ഫിഖ് 59 നജസുകളുടെ തുടർന്നുള്ള ചർച്ച. അൽ മഅഫൂ അൻഹാ മിനൻ നജാസാത്ത്, നജസുകളിൽ നിന്ന് മാപ്പുള്ളവ. ചില നജസുകൾ നജസാണെങ്കിൽ തന്നെയും മാപ്പ് ചെയ്യപ്പെടും. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് തുടർന്നുള്ള ക്ലാസ്സിൽ. ഒന്ന്, അൽ മഅഫൂ അൻഹാ മുത്ലഖൻ, നിരുപാധികം മാപ്പ് ചെയ്യപ്പെടുന്നവ. വെള്ളത്തിൽ, ഭക്ഷണത്തിൽ, നിസ്കാരത്തിൽ എന്നൊന്നും വ്യത്യാസമില്ലാതെ നിരുപാധികം മാപ്പ് ചെയ്യപ്പെടുന്ന നജസുകൾ. ഒന്ന്, ഖലീലുൻ, വളരെ കുറച്ചു മാത്രം. എന്ത്? മിൻ ഷഅരിൻ, രോമം, ഔരീഷിൻ, അല്ലെങ്കിൽ തൂവൽ, ഔ ദുഖാനിൻ, അല്ലെങ്കിൽ പുക, ഔ ഗുബാരിൻ, അല്ലെങ്കിൽ പൊടിപടലം, ഔ ബുഖാരിൻ, അല്ലെങ്കിൽ ആവി, നജസിൻ, നജസായ. അപ്പം നജസായ കുറഞ്ഞ രോമങ്ങളും തൂവലുകളും പുകയും പൊടിയും ആവിയുമൊക്കെ മാപ്പ് ചെയ്യപ്പെടുന്നതാണ്. അത് കഴുകി വൃത്തിയാക്കി കളയണം എന്നില്ല. രണ്ട്, മാ അലാ റിജ്ലി ദുബാബിൻ, ഈച്ചയുടെ കാലിൽ ഉള്ളവ. ഈച്ച നജസിൽ പോയി ഇരുന്നാൽ തന്നെ നമുക്ക് ബോധ്യമുണ്ട് അതിൻ്റെ കാലിൽ നജസുണ്ടെന്ന്. വളരെ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ അത് മാപ്പർഹിക്കപ്പെടും. ഔ അലാ മുൻഫദി ഗൈരി ആദമിയിൻ, മനുഷ്യനല്ലാത്ത ജീവിയുടെ മലമൂത്ര വിസർജന ദ്വാരത്തിലുള്ളതും മാപ്പ് ചെയ്യപ്പെടും. ഒരു തത്ത നിസ്കാരത്തിനിടയിൽ തലയിൽ വന്നു നിന്നാൽ ആ തത്ത കാഷ്ടിച്ചിട്ട് കഴുകിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വസ്വാസാകേണ്ടതില്ല, മാപ്പ് ചെയ്യപ്പെടും. ഔ അലാ ഫമി സ്വബിയിൻ, ഔ മജ്നൂനിൻ, ഔ ഹൈവാനിൻ മുജ്തഹിദിൻ, ഔ തൈരിൻ. അതുപോലെയാണ് കുട്ടിയുടെ വായിലുള്ളതും ഭ്രാന്തന്റെ വായിലുള്ളത്, തികട്ടി അരച്ച ജീവിയുടെ വായിലുള്ളത്, ഔ തൈരിൻ, അല്ലെങ്കിൽ പക്ഷിയുടെ കൊക്കിലുള്ളത്. ഇതൊക്കെ കുറഞ്ഞതാണെങ്കിൽ മാപ്പ് ചെയ്യപ്പെടുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു തികട്ടി അരച്ചത് നജസാണെന്ന്. പക്ഷെ തികട്ടി അരച്ച ജീവിയുടെ വായിൽ ചിലപ്പോൾ അതിൻ്റെ അവശേഷങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ചൊക്കെ മാപ്പ് ചെയ്യപ്പെടുമെന്നർത്ഥം. മൂന്നാമത്തത് നജസുൻ ലാ യുദ്രിക്കുഹു ത്വറഫുൽ മുഅ്തദിലു, സാധാരണഗതിയിലുള്ള ഒരു കണ്ണിന് കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമായ നജസ്, അതൊക്കെ മാപ്പ് ചെയ്യപ്പെടും. അപ്പം 3 വിധം നജസുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നിരുപാധികം മാപ്പ് ചെയ്യപ്പെടാൻ ഷർത്തുണ്ട്. ഫയുശ്തറത്തു ഫീ ജമീഇ ദാലിക, ഇവയിൽ മുഴുവനും ഷർത്താണ്. ഈ പറഞ്ഞ മുഴുവനത്തിനും ഷർത്താക്കപ്പെടും. അല്ലാ യകൂന ബി ഫിഅലിഹി, തൻ്റെ സ്വയം പ്രവൃത്തി കൊണ്ടാവാതിരിക്കണം, താൻ അങ്ങനെ ചെയ്തിട്ടാകരുത് എന്നർത്ഥം. 2, അല്ലാ യകൂന മിൻ മുഖല്ലദിൻ, മുഖല്ലദിൽ നിന്നാവാതിരിക്കുകയും വേണം. നായ, പന്നി തുടങ്ങിയ നജസിൻ്റേത് ആവാതിരിക്കുകയും വേണം. വക്കത, ഇതുപോലെ അല്ലാ യുഗയ്യിറൽ മാഅ ഹൈസു യഖഉ ഫീഹി, വെള്ളത്തിലാണ് വീണതെങ്കിൽ അത് വെള്ളത്തിന് പകർച്ച വരുത്താതിരിക്കുകയും വേണം. വഅല്ലാ യകൂന സമ്മ റുതൂബത്തുൻ ഹൈസു യഖഉ ഫീ ഗൈറിൽ മായി, വെള്ളമല്ലാത്തയിടത്ത് വന്ന് വീണാൽ അവിടെ മറ്റു നനവില്ലാതിരിക്കുകയും വേണം. ഉണങ്ങിയ സ്ഥലത്താണെങ്കിലേ ഇതൊക്കെ മാപ്പുള്ളൂ. വിയർപ്പോടുകൂടെയാണെങ്കിൽ മാപ്പർഹിക്കുന്നതല്ല എന്ന് ഇവിടെ മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ ദിനം. ഇനി 2, അൽ മഅഫൂ അൻഹാ ഫിൽ മായി ഖാസ്സത്തൻ, വെള്ളത്തിൽ മാത്രം മാപ്പർഹിക്കപ്പെടുന്നവ. റൗസു മാ നഷ്ഫുഹു മിനൽ മാഇ കസ്സമക്കി വൽ അലക്കി, മത്സ്യം, അട്ട പോലെ വെള്ളത്തിൽ മാത്രം വളർന്നുണ്ടാകുന്ന ജീവിയുടെ വിസർജ്യ വസ്തു. നമ്മൾ അക്വേറിയത്തിലൊക്കെ മത്സ്യത്തെ വളർത്താറില്ലേ, ചെറിയ, അപ്പോൾ അതിൽ കാഷ്ടിക്കും. ആ വെള്ളം നജസ് ആണെങ്കിലും മാപ്പർഹിക്കപ്പെടുന്നതാണ്. റൗസുമാ നഷ്ഫുഹു ബൈന ഔറാഖിൽ അഷ്ജാർ, മരങ്ങളുടെ ഇലകൾക്കിടയിൽ വളർന്ന ചില ജീവികളുണ്ട്, പുഴുക്കൾ പോലെയുള്ള, അവയുടെ കാഷ്ടം മാപ്പർഹിക്കപ്പെടും. ഹൈസു യഅ്സുറു സൗനുമായി അൻഹു, അവയെ തൊട്ട് വെള്ളത്തെ സൂക്ഷിക്കാനും പ്രയാസമാകുമ്പോൾ. കിണറിൻ്റെ വക്കിലൊരു മരമുണ്ട്, അല്ലെ കുളത്തിൻ്റെ വക്കിൽ മരമുണ്ട്, ആ മരത്തുമ്മൽ ഇത്തരം ജീവികളുണ്ടാവും. അവ അതിൽ കാഷ്ടിച്ചു വെക്കും, അത് വെള്ളത്തിൽ വീഴും, അതൊക്കെ മാപ്പർഹിക്കപ്പെടും.
റൗസുൻ തുൽക്കിഹിൽ ഫിയറാനു ഫി ഹിയാദിൽ അഹ്ലിയത്തി, ഈ എലികൾ കാഷ്ടിക്കും ചിലപ്പോഴൊക്കെ വെള്ള ടാങ്കുകളിലൊക്കെ, അതും അപ്രഹിക്കും. പക്ഷെ ഇതിൻ്റെ ഉമൂമിൽ ഇബ്ജായിബി അതുകൊണ്ട് ഇടങ്ങേറെ പ്രയാസമാകുമ്പോൾ, വ്യാപകമാകുമ്പോൾ, ശല്യം വ്യാപകമാണ്, ആ ഘട്ടത്തിൽ എലികളിടുന്ന ആട്ടങ്ങളൊക്കെ മാപ്രഹിക്കപ്പെടും. ഈ ചില ടാങ്കുകളിലും മറ്റൊക്കെ കഷ്ടിക്കുകയാണെങ്കിൽ. മൈത്തത്തു മാ ലൈസലഹു ദമുൻ സായിലുൻ, മുറിച്ചാൽ ഒലിക്കുന്ന വിധം രക്തമില്ലാത്ത ജീവിയുടെ ശവം മാപ്പുണ്ട് വെള്ളത്തിൽ. ബുറൂസിൻ ചെള്ള്, പഴുതിൻ കൊതുക്, കംലിൻ മൂട്ട പേന്, സുബാബിൻ ഈച്ച, ഹുംഫുസായിൻ വണ്ട്, ബക്കിൻ മൂട്ട, അക്രബിൻ തേള്, വസഴിൻ പല്ല്, സുമ്പുരിൻ കടന്നൽ, ഇതുപോലെയുള്ള ജീവജാലങ്ങൾ മുറിച്ചാൽ രക്തം വരാറില്ല. ഇത് വെള്ളത്തിൽ വീണാൽ മാപ്പർഹിക്കും. വഹാദിഹിൽ മൈത്തത്തു മഅഫൂൻ അൻഹാ ഫിൽ മാഇഇ അയ്ദൻ കദ്ദുഹനി, ഈ ശവങ്ങളൊക്കെ എണ്ണ പോലെയുള്ള ദ്രാവക രൂപത്തിലെ വസ്തുക്കളിലും മാപ്പർഹിക്കപ്പെടും. അവ ചായയിലൊക്കെ ഇത് വീണുപോയാൽ, ഇട്ടാലല്ല വീണാൽ മാപ്പർഹിക്കപ്പെടും. അപ്പോൾ ഇത്തരം നജസുകളൊക്കെ വെള്ളത്തിൽ മാത്രം മാപ്പർഹിക്കപ്പെടുന്നവയാണ്.